2016 മോഡല് വി ഓപ്ഷനിൽ ഇന്നോവയിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ ഇന്നലെ നമുക്ക് സ്റ്റോക്ക് കയറിയ വാഹനം കേട്ടോ. ഈ വാഹനം ഡൽഹിയിൽ നിന്ന് ബൈ റോഡുമായി ഓടിച്ചു വന്ന വാഹനമാണ്. ഈ വാഹനം ഇവിടെ വന്നിട്ട് നമ്മളൊരു മെക്കാനിക്കൽ സൈഡ് സ്പാൻഡറിൻ്റെ ഒരു ഇതും കൂടി തൊട്ടിട്ടില്ല. മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലൊക്കെ പക്കയാണ് കേട്ടോ. നമ്മൾ സ്റ്റാഫോട് ഓടിച്ചു വന്നപ്പോൾ പറഞ്ഞ് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ പക്ക കണ്ടീഷൻ, കറക്റ്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഫീൽ ഈ വാഹനത്തിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. കിലോമീറ്റർ ഓടിയുള്ളത് 2,45,000 കിലോമീറ്റർ. എ ടു സെഡ് കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ഏകദേശം കംപ്ലീറ്റ് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം തന്നെ കേട്ടോ. ചെറിയ മൈനറായുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് അടക്കുന്ന വാഹനമാണ്. ഇപ്പോൾ NOC എടുക്കാതെ വാഹനം അവിടുന്ന് നമുക്ക് ഡെലിവറി കിട്ടാത്തതുകൊണ്ട് KL71ലേക്ക് NOC എടുത്തിട്ടാണ് വാഹനം നമുക്ക് ഡെലിവറി തന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഭാഗത്തും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നുള്ള നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം. മെക്കാനിക്കൽ സൈഡ് നിങ്ങൾ വന്നിട്ട് ഈ വാഹനം ഓടിച്ചു നോക്കിയിട്ട് ഈ വാഹനം കണ്ടിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് തരാൻ പറ്റുന്നൊരു വാഹനമാണ്. ഒരു റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും മേജറായിട്ടുള്ള കാര്യമില്ല. ഫെൻഡർ അതേപോലെ ഒരു ക്വാർട്ടർ പാനൽ റീപെയിൻറ്റ് കമ്പനി തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. പുറത്തുനിന്നൊരു പുട്ടി വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് ഇറങ്ങിയ ആ ഒരു കണ്ടീഷനിൽ അന്നില്ല ഹെഡ്ലൈറ്റാണ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ പക്ക കണ്ടീഷനായിട്ട് തിളങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ടൈപ്പ് 4ൽ ഏറ്റവും ലാസ്റ്റ് ഇന്നോവയിൽ ഏറ്റവും ലാസ്റ്റ് 2016 ഏറ്റവും ലാസ്റ്റായിട്ട് ഇന്നോവ ഇറങ്ങുന്നത്. അതും വി ഓപ്ഷൻ 7 സീറ്റ് വാഹനം കേട്ടോ. അപ്പോൾ 2,40,000 കിലോമീറ്റർ ഓടിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡൊക്കെ നിങ്ങൾ പറയുന്ന അത്ര നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അത്രത്തോളം പിന്നെ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. ഈ വാഹനം വന്നിട്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി. ഇതും ഒരു വർക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ 4 വീലൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യും. വേറൊരു വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എൻജിൻ റൂം വരെ നമ്മൾ സർവീസ് ചെയ്തിട്ടില്ല. ചെറിയൊരു ഓയിലിൻ്റെ നാർപ്പ് പോലും കിനിവില്ലാത്തൊരു വാഹനമാണ് കേട്ടോ. അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ഒരു കോണാണ്. 2,49,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസാണ് വരുന്നത് കേട്ടോ. 9 ലക്ഷം റുപ്യ IDവിലെ പുതിയ ഇൻഷുറൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 2 ലക്ഷം റുപ്യക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. സെക്കൻഡ് ഓണർഷിപ്പിൽ KL71 നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ആഴ്ച കൊണ്ടൊക്കെ നമ്പർ ആക്കി തരും ചെയ്തോ. ഇതിപ്പോൾ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു 10-20 ദിവസം 25 ദിവസമൊക്കെ വേണം. എന്താ വെച്ചാൽ അവിടെ നല്ല തിരക്കായതുകൊണ്ടാണ് നമ്മൾ 25 ദിവസമൊക്കെ ടൈം പറയുന്നത് കേട്ടോ. അതിൽ ഹെഡ്ലൈറ്റൊക്കെ ഒരു പുതിയൻ്റെ ആ ഒരു ലുക്കൊക്കെ നമുക്ക് സെറ്റാക്കി തരാൻ കഴിയും. സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫെൻഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട്. അതേപോലെ ഈ ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ പോളിഷിങ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ കേസുകളേ ഉള്ളൂ. ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഇതല്ലാതെ വേറെ ഡെൻറ്റിങ് വർക്ക് ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഡോർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോറ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡോർ ഗ്ലാസ്സുകൾ ഏതും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നൊരു സ്ക്രാച്ചിന് വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു ഡോർ റീപ്ലേസ് ചെയ്തത്. ഈ ഒരു ഫെൻഡർ കമ്പനിയിൽ നിന്ന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടർ പാനലും കമ്പനിയിൽ നിന്ന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. വീൽ ആർച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ സൈഡ് ബോഡി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി സ്റ്റിക്കറൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവായിട്ടായിരിക്കും. നമ്മൾ ചെറിയ മൈനറായുള്ള സ്ക്രാച്ചസ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് ബോഡി സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ചിട്ടും ചെയ്യും കേട്ടോ. അതേപോലെ ബാക്ക് ഡിക്കിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡിക്കി പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ക്രാച്ച് പോലും ഡിക്കുമല്ല. നമ്മൾ ബാക്കത്തെ ബമ്പർമലും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏത് സൈഡിലും ഇല്ല. ബാക്കിലൊരു ക്രാഷ് കാർഡ് കൊടുത്തുകൊണ്ടേ ബാക്ക് ബമ്പർമക്ക് ഒരു പരിക്കും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിലെ ബമ്പർ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഭാഗത്ത് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു എഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. ഈ എഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ ഒരു ഡൗൺ കോട്ട് പെയിൻറ്റ് അടിച്ചാൽ അതിൻ്റെ ഒരു വൃത്തി വേറെ തന്നെ ആയിരിക്കും. പുട്ടി വർക്ക് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഏതൊരു സൈഡിലും ഈ വാഹനത്തമ്മ ചെയ്യാനില്ല എന്നുള്ള ഗ്യാരണ്ടി തരാം. അതേപോലെ ഈ ഒരു സൈഡ് ഭാഗത്തും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതാണ് ഈ വാഹനത്തമ്മ എടുത്ത് പറയേണ്ട സ്ക്രാച്ചസ് കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഒന്ന് പോളിഷ് ചെയ്യാന്നല്ലാതെ വേറൊരു വർക്കുമില്ല. പൊടിയും കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡുമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. വി ഓപ്ഷൻ ആയതുകൊണ്ട് സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട്. കമ്പനി സെറ്റാണ് വരുന്നത്. അതേപോലെ ഡോർ പേഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പോളിസ്റ്റർ ചെയ്താൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഡുവൽ എയർ ബാഗ് ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ഒന്ന് പോളിഷ് ചെയ്യുക, ഇൻറ്റീരിയർ ഭാഗങ്ങളൊന്ന് പോളിഷ് ചെയ്യുക എന്നല്ലാതെ വേറെ വർക്കൊന്നുമില്ല. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. പിന്നെ അതിൻ്റെ എൻജിൻ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ശരിക്കും 2,00,000 കിലോമീറ്റർ ഓടിൻ്റെ എൻജിൻ സൈഡ് ഈ ഒരു കണ്ടീഷനിൽ വരൽ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കേസ് തന്നെയാണ്. നമ്മൾ ഈ വാഹനം വന്നിട്ട് ഒരു എൻജിൻ വാഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു ഓയിൽ നാർപ്പിൻ്റെ ഒരു
പൊടി പോലും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി തന്നെ ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് എന്നല്ലാതെ ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് ഇല്ല കേട്ടോ ഈ വാഹനത്തിന്. അപ്പോൾ ഇന്നോവയിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ 2016 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 2,49,000. A to Z കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം കേട്ടോ. ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കൽ സൈഡൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരും കേട്ടോ. ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് നിലവിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ക കണ്ടീഷൻ ആക്കിയിട്ട് ഒരു ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് ഫൈനൽ ഫിക്സഡ് റേറ്റ് ഉണ്ടോ 10,50,000 രൂപയ്ക്ക് 2016 വി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. 10,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ GR ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും സ്കേട്ടിങ് കാര്യങ്ങൾ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 60,000 രൂപയുടെ എക്സ്ട്രാ വരും കേട്ടോ. നമുക്കൊരു 11 ലക്ഷം റുപ്യക്ക് നമുക്ക് അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് ഒരു 11 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. നമുക്കൊരു 2-2.5 ലക്ഷം റുപ്യക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.